അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു കാലം വരും, അന്ന് നിങ്ങൾ പള്ളിയിൽ കയറി നോക്കിയാൽ ഒരുപാട് ആളുകൾ നമസ്കരിക്കാനുണ്ടാകും. അവർ ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നുണ്ടാകും. പക്ഷേ അവരിൽ വളരെ കുറച്ച് പേർ മാത്രമേ ഖുശൂഅോടുകൂടി അത് ആകുന്നവരായിട്ടുണ്ടാവുകയുള്ളൂ. അവരിൽ കുറച്ച് പേർ മാത്രമേ ഹൃദയത്തോടു കൂടി അത് ചെയ്യുന്നവരായിട്ടുണ്ടാവുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കാലഘട്ടം അത്തരമൊരു കാലഘട്ടമാണോ എന്ന് നമ്മൾ സംശയിക്കണം. പറയുന്ന ഞാനടക്കം നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കിയാൽ, ഒരു ആത്മപരിശോധന നടത്തിയാൽ, നമ്മുടെ നമസ്കാരത്തിന് നാം എത്ര ശ്രദ്ധ കൊടുക്കുന്നു എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ നമസ്കരിച്ചാൽ അവർക്ക് നമസ്കാരത്തിന്റെ 1/4 ഉണ്ടാവുക, ചില ആളുകൾക്ക് അതിന്റെ 1/3 ഉണ്ടാവുക, ചിലർക്ക് പകുതിയേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നേരെ തിരിച്ച്, ചില ആളുകൾക്ക് പകുതിയേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് 1/3 ഉണ്ടാവുക, ചിലർക്ക് 4/1 ഉണ്ടാവുക. ചില ആളുകൾക്ക് ഒട്ടും ഉണ്ടാവില്ല നമസ്കാരം. നമസ്കരിച്ചിട്ടുണ്ടാകും, പക്ഷെ നമസ്കാരം തീരെ അവരുടെ റെക്കോർഡിൽ നമസ്കാരം തീരെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ലിൽ ഇൻസാനി മാ വഅ എന്നതാണ് ഒരു ചൊല്ല്. അതായത് എത്രയാണോ ഒരുത്തൻ ശ്രദ്ധിച്ചത്, നമസ്കാരത്തിൽ എത്രയാണോ ഒരുത്തന്റെ ഹൃദയ സാന്നിധ്യം ഉണ്ടായിരുന്നത്, അത്രയേ നമസ്കാരം കിട്ടുള്ളൂ. ഇപ്പൊ 4 റക്അത്തുള്ള നമസ്കാരം ഒരു പക്ഷെ നമ്മൾ നിർവഹിക്കുന്നുണ്ടാകും, പക്ഷെ നമുക്കൊരു റക്അത്തിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു റക്അത്തിന്റെ ഒരു മൂല ഇത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ, കൈ കെട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് നമ്മുടെ ബിസിനസ്സും നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുവട്ടവും പരിസരവും എല്ലാ പ്രശ്നങ്ങളും, കിട്ടാനുള്ള കടവും കൊടുക്കാനുള്ള കടവും ഒക്കെ ഓർമ്മ വന്ന് അവസാനം സലാം വിട്ടുന്നതിന് തൊട്ടടുത്തായിരിക്കും നമുക്ക് ഓർമ്മ വരിക, അല്ല ഞാൻ നമസ്കാരത്തിലായിരുന്നല്ലോ എന്ന് ഓർമ്മ വരിക. ഇങ്ങനെ നമസ്കരിച്ചാൽ, അവരെ കുറിച്ചാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 60 വർഷം നമസ്കരിച്ച ഒരാൾ ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വരും. 60 വർഷം മുടങ്ങാതെ നമസ്കരിച്ചിട്ടുണ്ടാകും, പക്ഷേ ഈ 60 വർഷത്തെ നമസ്കാരവും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫലവും ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് താക്കീത് ചെയ്തത്, ആ നമസ്കാരമൊക്കെ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, നമസ്കാരത്തെ കുറിച്ചാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടുക പരലോകത്ത്. മഹ്ശറിൽ അള്ളാഹു ആളുകളെ വിചാരണക്കെടുക്കുമ്പോൾ ആദ്യം വിചാരണക്കെടുക്കുക നമസ്കാരമാണ്. നമസ്കാരം ശരിയായാൽ പിന്നെ ബാക്കി കർമ്മങ്ങൾക്കൊക്കെ ഫലം ഉണ്ടാവും. നോമ്പ്, സകാത്ത്, ഹജ്ജ്, നമ്മുടെ പെരുമാറ്റ മര്യാദകൾ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ, നമ്മുടെ സദക്കകൾ, ഇതിനൊക്കെ ഫലം കിട്ടണമെങ്കിൽ, ഇതൊക്കെ തൂക്കി നോക്കപ്പെടണമെങ്കിൽ നമസ്കാരം ശരിയാവണം. ഇദാ സലുഹത് സലുഹ സാഇറു അമലിഹി. നമസ്കാരം ശരിയായാൽ മറ്റ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടും. ഇനി നമസ്കാരത്തിന്റെ കണക്ക് നോക്കുമ്പോൾ, നമ്മുടെ നമസ്കാരത്തിൽ അള്ളാഹു പറഞ്ഞ രൂപത്തിലുള്ള നമസ്കാരം ഇല്ലെങ്കിൽ പിന്നെ ബാക്കി കർമ്മങ്ങൾ കൊണ്ട് ഒരു ഫലവും ഇല്ലാണ്ടാവും. എന്ന് പറഞ്ഞാൽ ബാക്കി കർമ്മങ്ങൾ നോക്കുകയേ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പരലോകത്ത് നമ്മൾ ഇത്രയും കാലമൊക്കെ ഈമാനോടും ഇഖ്ലാസോടും കൂടി ഭൂമിയിൽ ജീവിച്ചു എന്ന് നമ്മൾ സ്വയം തന്നെ ഇങ്ങനെ മേനി നടിച്ച് നടന്നിട്ട് പരലോകത്തെത്തി നമ്മുടെ കണക്ക് നോക്കുമ്പോൾ, നമ്മുടെ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ, നമസ്കാരം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ, അത് കൃത്യമായിട്ടില്ലെങ്കിൽ, അതിന്റെ യഥാവിധി നിർവഹിച്ചവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ, മറ്റെല്ലാ കർമ്മങ്ങളും പാഴായി പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിനേക്കാളും വലിയ നഷ്ടം വേറെയില്ല. അതുകൊണ്ട് നമസ്കാരം ഒന്ന് ശരിയാക്കണം നമ്മൾ എല്ലാവരും. ഞാൻ പറയുന്നു, ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഇവിടെ പറയും. ഇത് നമ്മളെല്ലാവരും, ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം, വളരെ ആത്മാർത്ഥതയോടെ ഇത് മനസ്സിലാക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതി വെച്ചോ, എന്നാലും വേണ്ടൂല. അല്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെക്കോർഡ് ചെയ്തോ. എന്നിട്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ കേട്ടാൽ, ചിലപ്പോഴൊക്കെ നമ്മൾ ഇത് കേൾക്കും, ഇടക്കിടക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ കേട്ടിട്ട് നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് നമസ്കാരത്തെ കുറിച്ച് ആളുകൾ ശരിക്കും 5 രൂപത്തിലാണ് ആളുകൾ നമസ്കരിക്കുക, അല്ലെങ്കിൽ 5 വിഭാഗങ്ങളാണ് നമസ്കാരത്തെ കുറിച്ച് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ വിഭാഗം എന്ന് പറഞ്ഞാല്, നമസ്കാരത്തെ കുറിച്ച് തീരെ അവർക്കൊരു പരിഗണന ഉണ്ടാവില്ല. അവര് അതിന്റെ സമയം തീരെ ശ്രദ്ധിക്കൂല. തോന്നുമ്പോഴൊക്കെ നമസ്കരിക്കും. തോന്നുമ്പോഴൊക്കെ ഇപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് പറയണം, ഒരാൾ പറയണം എനിക്ക് ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യാൻ പറ്റൂല,
ഞാൻ എൻ്റെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് ലീവ് കിട്ടുന്ന സമയം റമദാനിലാണ്. റമദാനിൽ ഞാൻ പോയിട്ട് പിന്നെ മക്കത്ത് പോയി തവാഫ് ചെയ്തു, പിന്നെ സഅയ് ചെയ്തു, പിന്നെ അറഫയിൽ പോയിട്ട് കുറച്ച് നിന്നു, മുസ്ദലിഫയിൽ വന്ന് രാത്രി താമസിച്ചു, മിനയിൽ വന്ന് കല്ലെറിഞ്ഞു. ഇങ്ങനെ ഒരാൾ റമദാനിൽ ചെയ്തിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ കുറിച്ച് എന്താ പറയാ? അയാള് ഹജ്ജിനെ കുറിച്ചും അയാൾക്ക് അറിഞ്ഞൂടാ, ദീനിനെ കുറിച്ചൊരു വിവരമില്ല, അയാളുടെ ഹജ്ജ് സ്വീകരിക്കയില്ല. പക്ഷെ നമസ്കാരം, ഒരാൾ നമസ്കാരത്തെ കുറിച്ച് സുബഹിക്ക് കിടന്നുറങ്ങിയിട്ട് ഒരാൾ 7 മണിക്ക് എഴുന്നേറ്റ് നമസ്കരിച്ച ആളെ കുറിച്ച് നമ്മൾ എന്തേ അങ്ങനെ പറയാത്തത്? സുബഹിയുടെ സമയത്ത് അയാൾ കിടന്നുറങ്ങി, എന്നിട്ട് 7 മണിക്ക് എഴുന്നേറ്റ് നമസ്കരിച്ചപ്പോ അയാളെ കുറിച്ച് അയാൾ നമസ്കാരം ഉള്ളവനാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനത്തെ ഒരാള് ഹജ്ജിന്റെ വിഷയത്തിൽ ഇങ്ങനെ ചെയ്താൽ, ദുൽഹജ്ജിൽ ഹജ്ജ് ചെയ്യേണ്ടതിന് പകരം റമദാനിൽ പോയി ഹജ്ജ് ചെയ്താൽ ഹജ്ജ് ചെയ്തവനായിട്ട് നമ്മൾ പറയോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമസ്കാരത്തിന് വിഷയം. അത് സമയബന്ധിതമായി ചെയ്യണം. അപ്പൊ ആദ്യത്തെ വിഭാഗം ആളുകൾ നമസ്കാരത്തിന്റെ സമയം പരിഗണിക്കൂല, അതിന്റെ ഉളു മര്യാദക്ക് എടുക്കൂല, അതിന്റെ റുക്നുകള്, നിർബന്ധ ഘടകങ്ങളെ കുറിച്ച് തീരെ പരിഗണനയില്ല. സുജൂദിലും ഒക്കെ അടങ്ങുക എന്നൊക്കെ ഉള്ളത്, അതിന് ഒരുപാട് റുക്നുണ്ടല്ലോ, അതൊക്കെ നമുക്കറിയാം വിശദമായിട്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല, സമയമില്ല അതിന്. ഇതൊക്കെ പാഴാക്കും. തീരെ അവർക്ക് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവൂല. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. അവർക്കാണ് അള്ളാഹു പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ. അവർ നമസ്കരിക്കും, പക്ഷെ ആ നമസ്കാരത്തിന് തന്നെ അവർക്ക് എന്തുണ്ട്? ശിക്ഷയുണ്ട്. നമസ്കരിച്ചിട്ടും ശിക്ഷ ലഭിക്കുന്ന വിഭാഗമാണ് ഒന്നാമത്തെ ആളുകൾ. കാരണം അതിന്റെ സമയത്തെക്കുറിച്ച് പരിഗണനയില്ല, അതിന്റെ റുക്നുകളെ കുറിച്ച് പരിഗണനയില്ല, അതിന്റെ ഷർത്തായിട്ടുള്ള വുളു കൃത്യമായി ചെയ്യൂല.